ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഓയ്, അമ്പലത്തിൽ പോണാ? എന്തിനാ അമ്പലത്തിൽ പോണത്? എന്തിനാണ് അമ്പലത്തിൽ പോണ രണ്ടുപേരും? നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോണ? പാലോട്ട് നമ്മൾ അമ്പലത്തിലാണ് പോണത്. എന്തിനാ രാവിലെ അമ്പലത്തിൽ പോണെന്ന്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ തേജ ബോയ്സ് ആൻഡ് ഫാമിലി. അപ്പം ഇന്ന് നമ്മളെല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിൽ പോകും. എന്തിനാണെന്നറിയോ? ബുക്കും പേനയും വായിക്കാൻ നമ്മൾ എഴുത്തിലിരുത്താൻ പോവാൻ രണ്ടുപേരെ ഇനി പഠിക്കാതെ കൊണ്ട് ഏൽപ്പിക്കുക. പഠിച്ചോണം കേട്ടോ. അമ്പാച്ചിടുക പോയി എഴുതണം. ഹരി ശ്രീ ഗണപതായേ നമ നമ. എഴുതുവോ? ഇപ്പോഴേ എഴുതൂല എന്നാണ് പറയണ. എന്നിട്ട് നീ പഠിച്ചാൽ അംഗൻവാടി പോവും. അംഗനവാടി പോവോടാ? കണ്ടാ വിഷയം മാറ്റല്ലേ? പഠിക്കാൻ പോവോന്ന്? പോവും. ചന്ദ്ര പോവോ? കുറച്ച് കഴിയുമ്പോ പറയാം ഇല്ലെന്ന് പറയാം. ചന്ദ്ര പോവൂല. ആ വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, നീ റെഡി ആവല്ലേ അമ്മ? അങ്ങനെ ഞാനും പെട്ടെന്ന് പോയി സാരിയൊക്കെ എടുത്ത് റെഡിയായി കേട്ടോ. ഒത്തൊന്നുമില്ല, വാരിച്ചുറ്റിന്ന് വേണേൽ പറയാം. എന്നിട്ട് വന്നിട്ട് അവന്മാർക്ക് ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് കൊടുക്കുവാണേ. രണ്ടുപേർക്ക് മുണ്ടൊക്കെ കൊടുക്കാനെ കൊണ്ട് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ മുണ്ട് ഇച്ചിരി ലൂസായിരുന്നതുകൊണ്ട് ഞാൻ സേഫ്റ്റി പിൻ എടുക്കാൻ പോയ സമയത്ത് മറ്റോ വന്ന് ചോദിക്കും, അയ്യോ പോയോ, പറ്റത്തില്ലേ എന്നൊരു വിഷമമൊക്കെ അവരുടെ മുഖത്തുണ്ട്. മുണ്ടൊക്കെ എടുത്ത് വലിയ അണ്ണന്മാരെ പോലെയൊക്കെ നടക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നത്. അപ്പോഴാണ് കണ്ട മുണ്ട് ഉടുക്കാൻ പറ്റണില്ല. അയ്യോ, എൻ്റെ വിഷമം കണ്ട. പിന്നെ ഞാൻ സെറ്റിപ്പിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു. അതിനിടയ്ക്ക് ഒരുത്തൻ വന്നിട്ട് കല്ല് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അടുക്ക പോയി ഏതാണ്ടൊക്കെ പരാതി പറച്ചിലാണ്. അവളെ എപ്പോൾ കണ്ടാലും അവന്മാർക്ക് ഒന്നി മുട്ടായി അല്ലെങ്കിൽ വണ്ടി, കൂടുതലും പറയണത് വണ്ടിയാണ്. നമ്മളിവിടെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടായിക്ക് പറയണതാണ് മുട്ടലായി വേണ്ട, വണ്ടി മതി. അങ്ങനെ പറയും. എപ്പോൾ കണ്ടാലും അങ്ങനെയാണ് പറയണത്. ആ സമയം കൊണ്ട് ഞാൻ ഒരുത്തനെ മുണ്ടാക്കി ഉടുപ്പിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേനും അവന് ചായ വേണം. അങ്ങനെ ചായക്ക് പറയുന്നത് വെറും ചായക്കാണ് കേട്ടോ. പാലൊരു അംശം പോലും കുടിക്കില്ല. അങ്ങനെ അവിടെ തേയിലവെള്ളം ഒഴിച്ച് തണുക്കാൻ വെച്ചിരുന്ന് അതും കൊടുത്ത് രണ്ടുപേരെയും മുണ്ട് ഉടുപ്പിച്ച് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. വീടൊക്കെ പൂട്ടി വെളിയിലിറങ്ങി. നമ്മൾ രണ്ട് കൂട്ടരുടെ ബൈക്കിനാണ് പോണത്. അപ്പോൾ ചേട്ടൻ പെട്രോൾ അടിക്കാൻ പോയ സമയം കൊണ്ട് നമ്മളവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അമ്മയും ചേട്ടനും അവന്മാരും കൂടെ ബൈക്കിനും ഞാനും അവളും കൂടെ പുറകെ സ്കൂട്ടറിനുമാണ് പോയത്. അതിനിടയ്ക്ക് ഞാൻ അവനോട് ചോദിക്കണം, നമ്മളെവിടെ പോവുക എന്നൊക്കെ ചോദിച്ചു. അമ്പാൻ്റെ അടുക്ക പോവുക, എന്നിട്ട് ബുക്കും പേനയൊക്കെ വാങ്ങണം എന്നൊക്കെയാണ് പറയണത്. അംഗനവാടി പോകണമെന്ന് ചോദിച്ചപ്പോൾ അതില്ല, പക്ഷേ ബുക്കും പേനയൊക്കെ വേണം. വണ്ടി ഓടിക്കാൻ കല്ല് ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് അവർ ചെന്ന് മണിക്കൂറുകളല്ല, ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങ് ചെന്നത്. അപ്പോൾ നമ്മളെ കണ്ടോടനെ രണ്ടുപേരും കൂടെ വന്ന് നമ്മളെ ആനയിച്ചുകൊണ്ടൊക്കെ വന്ന്. പിന്നെ വിദ്യാരംഭത്തിൻ്റെ അന്ന് എഴുതിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അല്ലാതെ പോയി എഴുതിപ്പിക്കുമ്പോൾ നമ്മൾ വേണം സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ. അതായത് പച്ചരി, തേങ്ങ, വെറ്റില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അത് ഞാൻ തലേ ദിവസമേ ചോദിച്ചെല്ലാം അറിഞ്ഞിട്ട് നമ്മളെല്ലാം അതും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ കയറിപ്പോണം. അവൻ എഴുതണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവൾ വിളിച്ചപ്പോഴത്തേനും ഇറങ്ങി വന്നു. പിന്നെ അവന് അങ്ങ് കയറണം, നിൽക്കണ്ട.
അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് പെട്ടെന്ന് തന്നെ അകത്ത് കയറി. ഇവിടന്മാരെ നമുക്ക് തുറന്നു വിട്ടേക്കാൻ പറ്റില്ല. തുറന്നു വിടുന്ന കിളികളെ പോലാണ് എന്ന് വെച്ചാൽ ഒരിടത്ത് നിൽക്കില്ല, നമുക്ക് പിടുത്തവും തരില്ല. അവർക്കിങ്ങനെ ഓടി നടക്കണം. നമുക്ക് വീടിൻ്റെ പരിസരത്ത് നല്ല ഇറങ്ങി കളിക്കാനെ കൊണ്ടുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി തുറന്ന സ്ഥലം കാണുമ്പോഴത്തേനും പിന്നെ ഇവർ നിൽക്കില്ല, ഓട്ടമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അവിടെ അവന്മാർ നമ്മളെ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഇതിപ്പോൾ അവൾ വലിച്ചെടുത്ത് കുറച്ച് പൂവൊക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെ നിർത്തിയേക്കുക. അല്ലെങ്കിൽ അവിടെ അവന്മാരെടുക്കാൻ സമ്മതിക്കത്തൊന്നുമില്ല. ഇങ്ങനെ അവന്മാർ ഒരു 100 തവണയിലും വലം വെക്കും അവിടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതാ എഴുതിക്കാനെ കൊണ്ട് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ തിരുമേനി വിളക്കൊക്കെ കൊളുത്തി അയ്യപ്പൻ്റെ മുമ്പിൽ വച്ചിട്ട് മക്കളെ എഴുത്തിനിരുത്തുകയാണേ. രണ്ട് കൈകളും തൊഴുത് തൊട്ട് തൊഴുത് വെച്ചേ ഈ കൈ തന്നെ പറയാം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഞാൻ വിചാരിച്ചത് രണ്ടുപേരും കരച്ചിലായി നിർബന്ധം കാട്ടി വഴക്കായിരിക്കുമെന്നൊക്കെയാണ്. അങ്ങനെ ഒന്നുമില്ലായിരുന്നു. രണ്ടാളും സന്തോഷത്തോടെ തിരുമേനി പറയുന്നത് പറയാൻ നാക്ക് തിരിയത്തില്ലെങ്കിലും കൂടെ എല്ലാം പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തത്. രണ്ട് കയ്യോ ആദ്യമേ തൊഴുതു അല്ലേ? കുട്ടികൾക്ക് എന്ത് കൈ ഇരിക്കണ? ആ ആ ആ ആ ആ അവിടെ അമ്മയും ഞാനും കൂടെ പറയണത് വിദ്യാരംഭത്തിൻ്റെ അന്ന് കൊണ്ടുവന്നാൽ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് വിദ്യാരംഭം കുറിക്കാൻ പറ്റൂലായിരുന്നു എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഭയങ്കര വെയിൽ, അതിൻ്റെ കൂടെ അവന്മാരോട്ട് നിൽക്കത്തതുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പോയി. പാവ് വെള്ളപ്പാവ് പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത പാവുകളിൽ പാവൊന്നു കൂട്ടി അടക്കിച്ച് കൊള്ളും മെനക്കേറുണ്ട് കേട്ടോ.
പെട്ടെന്ന് അങ്ങ് എടുക്കാനും നോക്കത്തില്ല. അപ്പൊ ഗായ്സ് നമ്മൾ എഴുത്തിനൊക്കെ ഇരുന്നിട്ട് നമ്മള് വീട്ടിൽ വന്നു. ഇവൻ കരയാൻ എന്തിനാ പറയും, അവന്റെ കഴുത്തിൽ കുത്തിയില്ലെന്ന്, കഴുത്തിൽ ചന്ദന തൊട്ടില്ല, അതിനാണ് കരയത്. ഇപ്പൊ തൊടാം കേട്ടോ. ഇപ്പൊ തൊട്ടേര്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ. ഞാൻ പറഞ്ഞില്ലോ ടാറ്റാ. നീ പറ ടാറ്റാ. നാളെ കഴുതി കുത്ത് കുത്ത് കുത്ത്. കുത്തണ്ട. ഇതാണ് മക്കളെ ചന്ദനം. അപ്പം പിള്ളേർ